മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുന്നതിന് നമുക്ക് എതിർപ്പില്ല. പക്ഷേ സമത്തയുടെ ചെലവിൽ വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമത്ത കേരള ജംഇയ്യത്തുൽ ചെലവിൽ വേണ്ട. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ച സന്ദർഭം ഏതാ? 2004 മഞ്ചേരിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ച കേരളം മുഴുക്കെ അടിച്ചു വീശിയ യുഡിഎഫിനെതിരെയുള്ള തരംഗത്തിൽ 2004 മഞ്ചേരിയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി തോറ്റു. അന്നാ നിങ്ങൾ ഏറ്റവും സന്തോഷിച്ചത്. ഒരിക്കലും ഒരു മുത്താലിമോ മുഅല്ലിമോ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനം നിങ്ങൾ ചെയ്തില്ലേ? കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം റോഡിൽ എന്തിനാ പ്രകടനം നടത്തിയത്? പരസ്യ പ്രകടനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കൊപ്പം ഈ മുത്താലിമികൾ പ്രകടനം നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായോ? സത്യത്തിൽ ആ പ്രവർത്തനത്തിൽ സ്വാഭാവികമായും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സന്തോഷിക്കാൻ വകണ്ട്. എന്താ കാരണം? അവർ 19 കൊല്ലം ലീഗ് കയ്യിൽ വെച്ച ഒരു സംഭവം, മുസ്ലിം ലീഗിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റ് അവർക്ക് കിട്ടിയതല്ലേ. ഇവരെന്തിനായാലും സന്തോഷിച്ചത്? ഇവർക്ക് എന്തായാലും ഉള്ളത്? അന്ന് ഞങ്ങൾ മലപ്പുറത്ത് ചോദിച്ചു, നിങ്ങൾക്കതിലെന്താ ഉള്ളത്? അവർക്കതിലൊന്നുമില്ലല്ലോ. അവർക്കതിൽ സന്തോഷിക്കാൻ മാത്രം എന്തുണ്ടായി? എന്താ അവർക്കുള്ളത്? അവര് വെറുതെ പണ്ടൊരു കവി പറഞ്ഞ പോലെയാണ്. ഞങ്ങളന്ന് മലപ്പുറത്ത് പറഞ്ഞത്, ഒരു രാജാവും ഒരു രാജാവിൻ്റെ മകനും രാജകുമാരിയും തമ്മിൽ ഒരു പ്രണയം നടന്നു. ഒരു അടുത്ത പ്രദേശത്തെ രാജാക്കന്മാർ തമ്മിൽ. തൊട്ടടുത്ത അയൽപ്രദേശത്തെ രാജാവിൻ്റെ മകളെ ഇപ്പുറത്തെ രാജകുമാരൻ പ്രണയിച്ചു. പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛൻ ആ വിവാഹത്തിന് സമ്മതിക്കാതെ വന്നപ്പോൾ ഈ രാജകുമാരനും രാജകുമാരിയും വഴിയോരത്തെ ഒരു ആൽമരത്തിൽ തൂങ്ങിച്ചത്തു. പ്രതിഷേധം കാണിച്ചു അച്ഛനോട്. തൂങ്ങി മരിച്ചപ്പോൾ ഒരു നല്ലവനായ രാജഭക്തൻ അതിൽ പോകുന്നുണ്ട്. ഇയാളിങ്ങനെ നോക്കി. അവന് മനസ്സിലായി എന്ത്? നാളെ രാജ്യം ഭരിക്കേണ്ട രാജകുമാരനാണ് ഈ തൂങ്ങിക്കിടക്കുന്നത്. അവൻ്റെ ഭാര്യയാകേണ്ട രാജ്ഞിയാണ് തൂങ്ങിക്കിടക്കുന്നത്. ഇനിയിപ്പോൾ ഞാനെന്തിനാ ജീവിക്കുന്നത്? മൂപ്പരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൂങ്ങി. ആ തൂങ്ങിക്കിടന്നപ്പോൾ തൂങ്ങിക്കിടന്നപ്പോൾ ബുദ്ധിമാനായൊരു കവി അതിലെ വന്നു. അപ്പോൾ കവി ഇങ്ങനെ നോക്കുമ്പോൾ കവിക്ക് മനസ്സിലായി ഇവർ രണ്ടാളും തൂങ്ങിയിൽ കാര്യമുണ്ട്. പ്രണയം നടക്കാത്തതുകൊണ്ട് ഇവൻ എന്തിനാ തൂങ്ങി? ഒരു പിടുത്തം കിട്ടില്ല. അയാൾ ജനങ്ങൾക്ക് വേണ്ടി ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കവിത എഴുതി വെച്ചു. മന്നവൻ മതിമറന്ന് തൂങ്ങി, മഹതിയോ ഗതിയോർത്ത് തൂങ്ങി, എരപ്പാളി നീ എന്തിനു തൂങ്ങി എന്ന് ചോദിച്ചു. ഓൻ തൂങ്ങേണ്ട കാര്യമില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നന്നായി ആഹ്ലാദിക്കേണ്ട സമയത്ത് ഇവരെല്ലാം ആഹ്ലാദിക്കാൻ കൂടി എന്തിനാ? ഇവർക്ക് അതിലെന്ത് പങ്കാണുള്ളത്? അവർ പറഞ്ഞു ഞങ്ങളാ തോൽപ്പിച്ചത്. അത് കഴിഞ്ഞ് 2006 ഇലക്ഷൻ പറഞ്ഞു, അപ്പോഴും പറഞ്ഞു ഞങ്ങളാ തോൽപ്പിച്ചത്. ഈ 2004 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ സുഹൃത്ത് ഉമർ ദസി പറഞ്ഞൊരു സംഭവം. അരീക്കോടടുത്ത് ഒരു പ്രദേശത്ത് ഒരു കാരണവർ ഇവരുടെ അനൗൺസ്മെന്റ് ഇങ്ങനെ വരിക. 2004 TK ഹംസ MP ആയ സന്ദർഭത്തിൽ അനൗൺസ്മെന്റ് വാഹനത്ത് വമ്പിച്ച അനൗൺസ്മെന്റാണ്. ഇന്ത്യയിലെ 15 കോടി മുസ്ലിങ്ങളുടെ ആത്മീയ നായകൻ, ഉസ്താദിന്റെ പേര്, ഉസ്താദിന്റെ ആഹ്വാനം, പേര് ഞാൻ പറയാതിരിക്കാം, ഉസ്താദിന്റെ ആഹ്വാനം കേട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ തോൽപ്പിച്ചവർക്ക് 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചിങ്ങനെ വരിക. ഇന്ത്യയിലെ 15 കോടി മുസ്ലിങ്ങളുടെ ആത്മീയ നായകൻ എന്നാ മൂപ്പർക്ക് സിഫത്ത് പറഞ്ഞത്. ഈ കാരനോട് ഇത് കേട്ടു. ഇയാൾ ഓട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ആടി ചായ ഗ്ലാസ് അവിടെ വെച്ചിട്ട് കൈ കാണിച്ചപ്പോഴേക്കും ജീപ്പ് പോയി. അയാൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ കൈ കൂട്ടി വിളിച്ചപ്പോൾ ഈ ജീപ്പിലെ ബാക്കിൽ നിന്ന് കണ്ട് തിരിച്ചു വന്നു, ബാക്കടിച്ചു വന്നു. കാരണം അനുയായി ആവുമ്പോൾ പരിഗണിക്കണമല്ലോ, ഇവരങ്ങനെ ധരിച്ചത്. ഇയാൾ അനൗൺസ് ചെയ്യുന്ന കുട്ടീൻ്റെ കൈ പിടിച്ച് ചോദിച്ചു, മോനെ നീ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ 15 കോടി മുസ്ലിങ്ങളുടെ ആത്മീയ നായകൻ ഇന്ന ഉസ്താദ് എന്ന് പറഞ്ഞു. ഈ കാരനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, മാനം കെടുക്കല്ലേ, ആ 15 കോടി നിന്റെ പേരാണ് വെട്ടിക്കളാം, ഞാനതിലില്ലട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് ചായ വേണമെന്ന് വെച്ചോ, ചായയും വേണ്ട ഒന്നും വേണ്ട, പോയി കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ള ഏക കാര്യം, നിങ്ങൾ ഈ ജാതി വൃത്തികേട് ചെയ്യുമ്പോൾ സുന്നി എന്ന് പറഞ്ഞതിൻ്റെ കുത്തക അവകാശപ്പെടുക. സുന്നി എന്ന് പറഞ്ഞ് ഈ കുത്തക അവകാശപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ടതാണ്. ഞങ്ങളിവിടെ പല സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ ഈ വിഘടനവാദം നടത്തിയ ആളുകളെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ ചെയ്ത പ്രവർത്തനം ശരിയായില്ല. ഇപ്പൊ പറയുന്നത് എന്താ? സെൻസിങ് ഞങ്ങളറിയില്ല, മുഖപത്രം ഞങ്ങളറിയില്ല. നിഷേധിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നല്ലോ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ എത്ര സമയം ഉണ്ടായിരുന്നു? ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ സെൻസിങ്ങിൽ എഴുതിയില്ലേ കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനാർത്ഥിയെന്ന്? സ്വപ്നം കണ്ടിട്ട് 72,000 വോട്ടിന് വിജയിക്കുമെന്ന് നിങ്ങൾ എഴുതിയില്ലേ? അതൊന്നും നിങ്ങൾ ഇലക്ഷന്റെ പെട്ടി തുറക്കുന്നവരെ നിഷേധിച്ചില്ലല്ലോ. പെട്ടി തുറന്നപ്പെടല്ലേ നിങ്ങൾ നിശ്ചയിച്ചാൽ എന്താ കാരണം? ജയിച്ചാ വരവെക്കാൻ നിങ്ങൾ കരുതി. സ്വപ്നം കണ്ടിട്ട് 72,000 വോട്ടിന് വിജയിക്കുമെന്ന് നിങ്ങൾ എഴുതിയില്ലേ? അതൊന്നും നിങ്ങൾ ഇലക്ഷന്റെ പെട്ടി തുറക്കുന്നവരെ നിഷേധിച്ചില്ലല്ലോ. പെട്ടി തുറന്നപ്പെടല്ലേ നിങ്ങൾ നിശ്ചയിച്ചാൽ എന്താ കാരണം? ജയിച്ചാ വരവെക്കാൻ നിങ്ങൾ കരുതിയിരുന്നു. വലിയ വലിയ മഹാന്മാർ സ്വപ്നം കണ്ടതല്ലേ പാർലമെന്റിലേക്ക് നടന്നു പോകുന്ന രംഗം. മാത്രമല്ല സിറാജ് ദിനപത്രത്തിൽ പോലും ഇവരെഴുതി. സിറാജ് ദിനപത്രത്തിൽ പോലും, യഥാർത്ഥ സിറാജ് വരെ പത്രത്തിൽ പോലും ഇവരങ്ങനെ ചെയ്തിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. സിറാജ് ദിനപത്രത്തിൽ തന്നെ വളരെ വ്യക്തമായി അവർ ഈ സന്ദേശം ജനങ്ങൾ കൊടുത്തുണ്ടോ. ഇത് സിറാജാണ്, തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ സിറാജ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്നേ ദിവസത്തെ സിറാജ് പത്രമാണ്. ആ സിറാജ് പത്രത്തിൽ കണ്ട മുഖപത്രത്തിൽ കൊടുത്ത അതേ ഫോട്ടോ കൊടുത്ത് പരസ്യം കണ്ട ഹുസൈൻ്റെ അടുത്താണ് വോട്ട് ചെയ്യാൻ കണ്ട സിറാജിലാണ്.
തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തെ സിറാജ് പത്രമുണ്ട്. ഹുസൈൻ രണ്ടാമതാണിക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേകമായ അഭ്യർത്ഥന, ഫോട്ടോ വെച്ചിട്ട് പ്രത്യേക അഭ്യർത്ഥന. മാത്രമല്ല ഇതിലൊരു പ്രത്യേക ന്യൂസ് അതെന്താ ഇത് നോക്കൂ, കണ്ട അവിടെ അടുത്തൊന്ന് നോക്കിയാൽ കാണാം. എന്താ ഈ ഫോട്ടോ കണ്ടോ? എന്താ അടിക്കുറിപ്പ്? TK ഹംസ റിസാലക്ക് വരിക്കാരനായി ചേരുന്ന രംഗാണ്. ആ മുബാറക്കായ രംഗം അന്ന് തന്നെ കൊടുക്കുന്ന എന്തിനാ? എൻ്റെ പേരിൽ 4 വോട്ട് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവരെ രണ്ടാളും ജയിപ്പിച്ചെടുക്കാൻ 18 അടവും ഇവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ നടന്നില്ല. സ്വപ്നം കണ്ടു നോക്കി. മാത്രമല്ല ഇവരുടെ പൊതുനയം, പൊതു സമീപനം നോക്ക് നിങ്ങൾ. ഈ പറയപ്പെട്ട കമ്മ്യൂണിസം, ഞാൻ ഇതുവരെ സൂചിപ്പിച്ച ഈ കമ്മ്യൂണിസം, മുസ്ലിം ലീഗിനെ എതിർക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടുപിടിക്കണമെന്ന് കണ്ടപ്പോൾ ഇവരെന്തൊക്കെ ചെയ്തു? ഇവർ ചെയ്ത ഓരോ പ്രവർത്തനം ഇതുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ഇത് സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ ദേശാഭിമാനി ദിനപത്രത്തിന്റെ 5 കൊല്ലത്തെ വരിസംഖ്യ സ്വീകരിക്കുന്ന മഹാരംഗാണ്. അയാൾ ദേശാഭിമാനി വാങ്ങിയെന്നുള്ള വലിയൊരു കുഴപ്പമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതൊരു ഫോട്ടോ ഒക്കെ ആക്കി പരസ്യപ്പെടുത്തി മുബാറക്കായ സംഗതിക്ക് തങ്ങൾ നിന്ന് കൊടുക്കേണ്ട ആവശ്യമാണോ? അത്രമാത്രം മുബാറക്കാണോ ദേശാഭിമാനി? അതേ ഞാൻ ചോദിക്കുന്നു. ഇതൊരു സംഭവം അതാ. സെയ്ദ് ഇബ്രാഹിം സ്വലാത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ 5 കൊല്ലത്തെ വരിക്കാരനായി ചേർന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താ? സന്ദേശം തങ്ങൾ വാങ്ങിയെന്നതിൻ്റെ അർത്ഥം ജനങ്ങളെ വാങ്ങിക്കൊള്ളി എന്നതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ പേരെക്കുട്ടി നമുക്ക് മാർഗം കാണിച്ചു തരും. ഇത് ശരിയുണ്ടോ? കമ്മ്യൂണിസത്തിന് ഇങ്ങനെ പിന്തുണ പാടില്ല ശരിയുണ്ടോ? കമ്മ്യൂണിസത്തെ എതിർത്ത് തോൽപ്പിക്കലാണ് കാലഘട്ടത്തിന്റെ ജിഹാദ് എന്ന് എഴുതിയത് മറന്നുപോയോ? ആർക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചത്? വേറൊരു പള്ളിയിലെ മുസ്ലിയാർ ചെയ്ത പണിയാണ്. ഇത് നോക്ക്, ഒരു പള്ളിയിലെ മുസ്ലിയാർ കുത്തു പോകുന്ന സമയത്ത്, കുത്തു പോകാൻ അടുത്ത സമയത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് ചെയ്ത പണിയാണ്. CPIM സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥ തൃശൂർ മുള്ളൂർക്കരക്ക് അടുത്ത് വാഴക്കോട് എത്തിയപ്പോൾ ജാഥ ക്യാപ്റ്റൻ ശർമ്മയെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി സ്വീകരിക്കുന്നു. ജില്ലാ സെക്രട്ടറി PR രാജീവൻ സമീപം കണ്ടോ? ആ നീളക്കുപ്പായക്കെട്ട് തന്നെ വന്നിട്ടുള്ളത്, പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. അങ്ങനെ തന്നെ അതിനെ പ്രത്യേകം സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. എന്താ ഇതിൻ്റെയൊക്കെ താല്പര്യം? ഈ കമ്മ്യൂണിസത്തെ ഇങ്ങനെ ഉൾപ്പെടുത്തേണ്ട ആവശ്യം എന്താ? പിന്നെ ഇവർ പറഞ്ഞു ഞങ്ങൾ 2004 അങ്ങനെ ആഹ്ലാദിച്ചിട്ടൊന്നുമില്ല. ഇത് 2004 പത്ര. തോറ്റ പ്രമുഖർ എന്ന് പറഞ്ഞ മുസ്ലിം നേതാക്കളെ 2006 ഫോട്ടോ കൊടുത്തിട്ട് ഇതാ കണ്ടോ? ബോക്സ് ന്യൂസ് കണ്ടോ? സുന്നികളെ തഴഞ്ഞതിൻ്റെ തിക്തഫലം കാന്തപുരം കണ്ടോ? ഓ, സുന്നികളെ തഴഞ്ഞതിൻ്റെ തിക്തഫലമാണെന്ന് അനുഭവിച്ചത്. ഇപ്പം പിന്നെ സുന്നികളെ കൂട്ടിയതിൻ്റെ ഫലം ജയിച്ചത്. അന്ന് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് ഇത് പറയേണ്ട കാര്യമില്ല. നിങ്ങളെക്കുറിച്ച് ഞങ്ങളൊന്നും വിലയിരുത്തില്ല. മാതൃഭൂമിയാണത്. മാതൃഭൂമിയുടെ പൊതു വിലയിരുത്തൽ ഇതാ. ഒരു ഇടതുപക്ഷ സഹയാത്രികന്റെ വിലയിരുത്തൽ വായിക്കാൻ ഞാൻ മാതൃഭൂമിയിൽ. ഇടതുപക്ഷക്കാരൻ പറയാണ്, E അഹമ്മദിനെ മലപ്പുറത്ത് മലർത്തിയടിക്കാൻ 18 അടവും പയറ്റിയ ജമാഅത്തെ ഇസ്ലാമി അഹമ്മദ് നേടിയ 1,15,597 വോട്ടിന്റെ കനത്ത ഭൂരിപക്ഷത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ 1,00,000-ഓളം വോട്ട് PDP നേടിയിട്ടുണ്ടെന്നും തങ്ങൾക്കും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും സ്വീകാര്യനായ പൊതുസ്വതന്ത്രൻ പൊന്നാനിയിൽ മുസ്ലിം ലീഗിന്റെ ശവക്കുഴി തോണ്ടുമെന്നും പെരുമ്പറയടിച്ച അബ്ദുൽ നാസർ മഅദനിയും ഒപ്പം അബൂബക്കർ മുസ്ലിയാരും ET മുഹമ്മദ് ബഷീർ നേടിയ 82,684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുമ്പിൽ മോഹാലസ്യപ്പെട്ട് കിടപ്പാണ്. ബോധം കെട്ട് പോയിക്കുന്നത് പരിപാടി. നമ്മൾ അത്രയൊന്നും പറഞ്ഞില്ല. പിന്നെതാ മുസ്ലിം ലീഗിന്റെ നേതാവ് MK മുനീറിന്റെ ഒരു വിലയിരുത്തലുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ വിലയിരുത്തുക, ഫോട്ടോ വെച്ചിട്ട് മുനീർ തന്നെ വിലയിരുത്തുക. ഞാൻ വായിക്കാം. എന്താ മുനീർ പറയുന്നത്? ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ദൃഢമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മിഥ്യയായിരുന്നു AP സുന്നികൾ എന്നറിയപ്പെടുന്ന കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള സങ്കല്പം. ഒരു സങ്കല്പം എന്ന അഭിപ്രായം. തന്റെ സ്ഥാനാർത്ഥിത്വം ഇസ്ലാമിന് വേണ്ടിയുള്ള ജിഹാദാണെന്നും താൻ ഒരു കരകളഞ്ഞ AP സുന്നിയാണെന്നും CPM സ്ഥാനാർത്ഥി DK ഹംസ കാന്തപുരം വിഭാഗം എന്ന ആ യഥാർത്ഥ വോട്ട് വൃക്ഷത്തെ, വിഭാഗത്തൊക്കെ ശരിക്കും നല്ല ഇതോടെ, ആ യഥാർത്ഥ വോട്ട് വൃക്ഷം എന്നാ പറഞ്ഞത്. അയഥാർത്ഥ വോട്ട് വൃക്ഷത്തെ ആശ്ലേഷിച്ച് പറഞ്ഞതും ഈ മിഥ്യാധാരണ അന്ധമായി സ്വാംശീകരിച്ചത് കൊണ്ടായിരുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഒരു വോട്ട് ബാങ്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അയാൾ സമർത്ഥിക്കുന്നത്.